Hello everyone. So once again welcome back to Unify Physics and we are in mission wrap up December. So നമുക്ക് കോംപ്ലക്സ് അനാലിസിസിന്റെ ബാക്കി ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോറൻസ് സീരീസും ലോറൻസ് തിയറം ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസിനെ കുറിച്ചാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലോറൻസ് തിയറം ഒന്നുകൂടെ പറയാം. അതിനുശേഷം നമുക്ക് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസിലേക്ക് പോകാം. പിന്നീട് നമ്മൾ ഓരോ ഫംഗ്ഷൻ തന്നിട്ട് അതിനുള്ള ഏത് ടൈപ്പ് സിംഗുലാരിറ്റീസ് ആണുള്ളത് ആ തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ലോറൻസ് തിയറം ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോറൻസ് തിയറം. ഓക്കെ, ലോറൻസ് തിയറം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഓപ്പോസിറ്റ് ഓർ നമ്മൾ ഗോയിങ് റിവേഴ്സ് ദ ഓൾറെഡി നോൺ കോൺസെപ്റ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ ഐഡിയ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ത്. ഇഫ് വി ഹാവ് ടു ഫങ്ഷൻസ് ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു we have of this form f of z is equal to sigma z raised to n plus 1 by z raised to n. അല്ലേ, ഇതുപോലൊരു ഫംഗ്ഷൻ നമുക്കുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അനാലിറ്റിക് ഓവർ എ റിംഗ് ഷേപ്ഡ് റീജിയൻ. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഇതുപോലത്തെ ഒരു റീജിയൻ്റെ അകത്തായിരിക്കും അത് അനാലിറ്റിക് ആയിരിക്കാം. അതൊന്ന് തിരിച്ചു പറഞ്ഞാലോ, ഇഫ് വി ഹാവ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനാലിറ്റിക് ഇൻ എ റിംഗ് ഷേപ്ഡ് റീജിയൻ, then we can express that function as a series as a Laurent series. Okay, which has both powers of positive powers of z and negative powers of z. ഇതാണ് ലോറൻസ് തിയറം ബേസിക്കലി പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. ലെറ്റ്സ് Lorentz theorem says that if f of z is analytic at every point within a ring shaped region bounded by two concentric circles C1 and C2 centered at A with radii R1 and R2. Like R1 എന്താണ്, it is the inner radius and R2 is the outer radius of this region respectively. Then f of z can be expressed as a series of negative and positive powers of z minus a. ഇത്രയേ ഉള്ളൂ. സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വ്യത്യാസം. നമ്മൾ സർക്കിളിന് പേരിട്ടിട്ടുണ്ട് C1 C2 എന്ന്, സർക്കിളിന് റേഡിയസ് R1 R2 എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്താണ് z എന്നുള്ളതിന് പകരം z മൈനസ് എ എടുത്തിരിക്കുന്നത്. അതെപ്പോഴും നമുക്ക് അറിയാം എന്താണ് z മൈനസ് എ എടുക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒറിജിൻ ഷിഫ്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിനോട് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ ലോറൻസ് തിയറം. ബേസിക്കലി പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഒരു റിംഗ് ഷേപ്ഡ് റീജിയനിൽ അനലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് പവേഴ്സ് ആൻഡ് z നെഗറ്റീവ് പവേഴ്സ് ഓഫ് z ആയിട്ട് നമുക്ക് ലോറൻസ് സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഇറ്റ്. Let's write it in mathematical terms. So നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ if f of z is analytic function over a ring shaped region, then f of z can be written as f of z is equal to sigma n equal to 0 to infinity a n z minus a whole raised to n plus sigma n equal to 1 to infinity z minus a whole raised to minus n. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ സിഗ്മ n equal to 0 to infinity ആണ്. ഓക്കെ, ഇവിടെ സിഗ്മ n equal to 1 to infinity ആണ്. ഓക്കെ, താഴെ ഫസ്റ്റ് വണ് 0 to infinity, രണ്ടാമത്തത് n equal to 1 to infinity ആണ്. രണ്ടാമതൊരു കാര്യം, ഇവിടെ പവർ എന്താണ്, ഹിയർ ദ പവർ ഈസ് n ആൻഡ് ഹിയർ ദ പവർ ഈസ് നെഗറ്റീവ് n മൈനസ് n. ഓക്കെ, ഇവിടെ കോഎഫിഷ്യൻറ്റ് an ആണ്, ഇവിടെ കോഎഫിഷ്യൻറ്റ് bn ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ക്യാൻ റൈറ്റ് ദ കോഎഫിഷ്യൻസ് എ എൻ ആൻഡ് ബി എൻ ആസ് ഇൻ്റഗ്രൽസ്. ബി എന്നും എ എന്നും ബി എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എഫ് ഓഫ് സെഡിൻ്റെ വേരിയസ് മോഡിഫൈഡ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എൻ പ്ലസ് 1 ഡി സെഡ് എന്ന് എഴുതാം. അതേസമയം ബി എൻ നമുക്ക് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു മൈനസ് എൻ പ്ലസ് 1 ഡി സെഡ് എന്ന് എഴുതാം. ഓക്കെ, സോ ഇനി നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിന് ശേഷം ഇന്നത്തെ ലെക്ചറിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ആണ്, ഓർ റെസിഡ്യൂ തിയറം ഒക്കെ വെച്ചിട്ട് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ ലോറൻസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ലോറൻസ് തിയറം നമ്മൾ അതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ബിക്കോസ് ലോറൻസ് തിയറം gives us a way to represent the function, integral of a function. ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇൻ ടേംസ് ഓഫ് ദി കോഎഫിഷ്യൻസ് എ എൻസ് ആൻഡ് ബി എൻസ്, എ എന്നിൻ്റെയും ബി എന്നിൻ്റെയും ടേംസിൽ നമുക്ക് ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫംഗ്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ലോറൻസ് തിയറം എന്നുള്ളൊരു അഡ്വാൻറ്റേജ്. സോ ഇതിനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻസ് യൂസിങ് ലോറൻസ് തിയറം എന്നുള്ള ഐഡിയയിലേക്ക് പോകുന്നത്. ഓക്കെ,
സോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു ഫംഗ്ഷനും നമുക്ക് ഓക്കെ. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ഫംഗ്ഷനും ചില പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, സം പർട്ടിക്കുലർ പോയിന്റ്സ് വേർ ദ ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ഓൾ ഓർ ദ ഫംഗ്ഷൻ ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, ഫംഗ്ഷൻ ഇൻഫിനിറ്റ് ആവുന്ന ചില പർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ടാവും ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നോക്കൂ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. ഓർ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z എന്ന് വിളിക്കാം. ഓക്കെ, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z. സോ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ എങ്കിൽ ഇതെങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z എന്നാണ്. ദിസ് ഈസ് സെഡ് ആൻഡ് ദിസ് ഈസ് എഫ് ഓഫ് സെഡ്. ഇത് നമ്മൾ മാർക്ക് ചെയ്യാനുള്ള ഷുഡ് ബി ലൈക്ക് ദിസ് അല്ലേ? ഓക്കെ, ആൻഡ് here it will be like this. So what does this mean? This means at z equal to 0, this function is infinite. This function is infinite. So that is what makes all the troubles. നമുക്കൊരു ഫംഗ്ഷനെ കംപ്ലീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻറ്റയർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് ഇത്തരം ഇൻഫിനിറ്റ് ആവുന്ന പോയിന്റ്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇൻഫിനിറ്റ് ആവുന്ന പോയിന്റ്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇത്തരം ഫംഗ്ഷൻസിന് ഇത്തരം പോയിന്റ്സിന് നമ്മൾ സിംഗുലാരിറ്റീസ് എന്ന് വിളിക്കും. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ് ഒക്കെ ഉണ്ട്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് ടൈപ്പാണ് എൻറ്റയർ ഫംഗ്ഷൻസ്. വാട്ട് ഈസ് എൻ എൻറ്റയർ ഫംഗ്ഷൻ? എൻ എൻറ്റയർ ഫംഗ്ഷൻ ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ വിച്ച് ഡസൻറ്റ് ഹാവ് എനി സിംഗുലർ പോയിന്റ്സ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സിംഗുലർ പോയിന്റ്സ് ഇല്ല, അത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്താവുന്നില്ല, ഇൻഫിനിറ്റ് ആവുന്നില്ല, അല്ലെ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റ്സ് ആ ഫംഗ്ഷൻ ഇല്ല. ഇത്തരം ഫംഗ്ഷൻസിനാണ് നമ്മൾ എന്താ പറയുന്നത്, എൻറ്റയർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില ഫംഗ്ഷൻസ് എന്തായിരിക്കും നമുക്ക് ചെയ്യുമ്പോൾ അനലിറ്റിക് ആയിട്ട് കിട്ടും, പക്ഷേ അത് എൻറ്റയർ ആയിരിക്കില്ല. ചില പോയിന്റ്സിൽ അത് മാത്രം എന്തായിരിക്കും ഇൻഫിനിറ്റ് ആവുന്നുണ്ടാവും. സോ അത്തരം പോയിന്റ്സിൽ എന്തല്ല, ആ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല, പക്ഷേ സ്റ്റിൽ വി വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് അനലിറ്റിക് ബട്ട് നോട്ട് എൻറ്റയർ. ഓക്കെ, നമ്മൾ അതിന് ഒരു എക്സാമ്പിൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എൻറ്റയർ ഫംഗ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഹൂസ് എവറി പോയിന്റ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ദിസ് ഫംഗ്ഷൻ ഹാവ് എ ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, കോംപ്ലക്സ് പ്ലെയിനിൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലെല്ലാം ഈ ഫംഗ്ഷൻ എന്താ വാല്യൂ, ഫൈനൈറ്റ് വാല്യൂ. ഇറ്റ് നെവർ ബിക്കംസ് ഇൻഫിനിറ്റ്. സച്ച് എ ഫംഗ്ഷൻ ഇസ് കോൾഡ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. അപ്പോൾ ഇതല്ലാത്ത ചില ഫംഗ്ഷൻസ് ഉണ്ട്, അതിനെ നമ്മൾ മീറോമോർഫിക് ഫംഗ്ഷൻസ് വിളിക്കുന്നത്. ഓക്കെ, എന്താ വിളിക്കുന്നത്? Meromorphic functions or meromorphic function. So what are meromorphic functions? Meromorphic functions are analytic everywhere on the complex plane except a few finite number of points. Okay, ചില എണ്ണാൻ പറ്റുന്ന ചില എണ്ണപ്പെട്ട പോയിന്റുകൾ മാത്രം ഫൈനൈറ്റ് ആവാണ്ട് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും ഫൈനൈറ്റ് ആവുന്ന ഫംഗ്ഷൻസിനാണ് നമ്മൾ മെറോമോർഫിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നേരത്തെ പറഞ്ഞ 1/x 1/z എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z നമുക്ക് വേണമെങ്കിൽ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, കാരണം എന്താണ്, ഈ ഫംഗ്ഷൻ ഇറ്റ്സ് എവറിവെയർ അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് z ഈക്വൽ ടു 0. z ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ മാത്രമേ ഇയാൾ നോൺ അനലിറ്റിക് ആവുന്നുള്ളൂ. സോ ദെർഫോർ വി ക്യാൻ കോൾ ദിസ് ആസ് എ മിറോമോർഫിക് ഫംഗ്ഷൻ ആൻഡ് ഹൂസ് സിംഗുലർ പോയിന്റ് ഇസ് z ഈക്വൽ ടു 0. അപ്പോൾ z ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റാണ് ഈ ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ്. സോ സിംഗുലാരിറ്റീസിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സായി ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഇറ്റ്സ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. ഒരു ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷന് ഏത് ടൈപ്പ് സിംഗുലാരിറ്റി ആണുള്ളത്, അതിന് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ, അതിന് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണോ, അതിന് റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ, ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ? ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തുണ്ടാവും, ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ എഴുതാം, വി ക്യാൻ റൈറ്റ് ദിസ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു sigma n equal to 0 to infinity a n z minus a whole raised to n plus sigma n equal to 1 to infinity b n z minus a whole raised to minus n. അതിൽ നമ്മൾ ഈ പാർട്ടിനെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അനലിറ്റിക് പാർട്ട് എന്ന് വിളിക്കും. ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് കോൾഡ് അനലിറ്റിക് പാർട്ട് ആൻഡ് ദിസ് പാർട്ട് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ പാർട്ട്.
അപ്പോൾ z മൈനസ് എയുടെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു ലോറൻസ് സീരീസിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് വിളിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം പ്രിൻസിപ്പൽ പാർട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, അതേസമയം സെഡിൻ്റെ പോസിറ്റീവ് പവേഴ്സ് വരുന്ന ടേംസിനെ നമ്മൾ എന്ത് വിളിക്കും, അനലിറ്റിക് പാർട്ട് എന്ന് വിളിക്കും. Okay, so if we have a Laurent series like 1 by z plus or 1 by z square plus 1 by z plus 1 plus z square plus etc. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ the part ഈ പാർട്ട് നമ്മൾ എന്ത് വിളിക്കും, this part where 1 by z appears in the denominator is called the principal part, and the part where the function the z appears on the numerator are called analytic part, and the other one is principal part. So now we can expand ഇത് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം നോക്കൂ. ഫസ്റ്റ് നമുക്ക് എന്താ ഉള്ളത്, we have f of z is equal to sigma n equal to 0 to infinity an z minus a the whole raised to n plus sigma n equal to 1 to infinity bn z minus a whole raised to minus n. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ടേം എക്സ്പാൻഡ് ചെയ്യാം. നമ്മുടെ ദ ഫസ്റ്റ് ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, a0 n equal to 0 നിന്ന് ഇൻഫിനിറ്റി വരെയാണ് സം ചെയ്യേണ്ടത്. സോ a0 പ്ലസ് a1 ഇൻറ്റു z മൈനസ് a പ്ലസ് a2 ഇൻറ്റു z മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് a3 ഇൻറ്റു z മൈനസ് a ഹോൾ ക്യൂബ് ആൻഡ് സോ ഓൺ. Okay, so that is the analytic part. Now what about the principal part? The principal part contains b1. So principal part starts from 1 n equal to 1 എന്നാണ് പ്രിൻസിപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. So b1 into 1 by z minus a plus b2 into 1 by z minus a whole square plus b3 into 1 by z minus a whole cube plus etc. and so on. Okay, so this is the expansion of the series we have represented this. So based on this we have divided singularities into two different types. Okay, singularities നമ്മൾ generally രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് isolated singularity and non isolated singularity. Okay, so isolated singularity and non isolated singularity. എന്താണ് isolated singularity? Isolated singularity എന്ന് പറയുന്നത് it is a singularity in which the singular points are at least non-continuous അല്ലെങ്കിൽ discrete എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. if we have a function in this complex plane, so this is our complex plane, we have a function and this function is having some particular points where the function is not analytic. അത് ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത ചില പോയിന്റ്സ് നമ്മൾ ആ പോയിന്റ്സിനെ പറയുന്നത് സിംഗുലാരിറ്റീസ് അല്ലേ. അതായത് ഇതിന് ചില സിംഗുലാരിറ്റീസ് ഉണ്ട്. ആ സിംഗുലാരിറ്റീസ് ഒക്കെ എങ്ങനെയാണ് നോക്കൂ, they are well separated and finite അല്ലേ. നമ്പർ ഫൈനൈറ്റ് ആണ്, അതേപോലെ വെൽ സെപ്പറേറ്റഡ് ആണ്. വെൽ സെപ്പറേറ്റഡ് എന്നുള്ള അർത്ഥം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അതേസമയം നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, സിംഗുലാരിറ്റീസ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ അതിൻ്റെ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സർക്കിൾ ആയിരിക്കും, ഒരു ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈനിനകത്ത് എത്ര പോയിന്റ്സ് ഉണ്ട്, ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. ആ ഓരോ പോയിന്റിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തെന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഇത് കണ്ടിന്യൂസ് അല്ലേ. പക്ഷേ ഇവിടെ അതാണ് അവസ്ഥ. ഇവിടെ നമുക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത പോയിന്റ് വരുന്നത് അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്താണ്, ഓരോന്ന് വേറിട്ട് നിൽക്കുക അല്ലേ. ഐസൊലേഷൻ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് COVID-19 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഐസൊലേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഐസൊലേഷൻ എന്താണ്, പരസ്പരം ടച്ച് ഇല്ലാതെ നിൽക്കുന്നതിനാണ് നമ്മൾ ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതേ മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഒരു സർക്കിൾ എടുക്കുമ്പോൾ ആ സർക്കിളിൽ എല്ലാ പോയിന്റ്സും പരസ്പരം ടച്ച് ചെയ്താണ് നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐസൊലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല, അത് നോൺ ഐസൊലേറ്റഡ് ആണ്. സോ സിംഗുലാരിറ്റീസ് ഇങ്ങനെ ഫോം ചെയ്യാനില്ല. സിംഗുലാരിറ്റി ഒരു പർട്ടിക്കുലർ ലൈനിലുള്ള എല്ലാ പോയിന്റ്സും സിംഗുലർ ആണെങ്കിൽ അങ്ങനത്തെ സിംഗുലാരിറ്റീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അത്തരം സിംഗുലാരിറ്റീസ് നമ്മൾ നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ് എന്ന് വിളിക്കാം. നേരെ മറിച്ച് ഈ ഒരു റീജിയനിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് സിംഗുലർ പോയിന്റ്സ് ആണെങ്കിൽ അത്തരം സിംഗുലാരിറ്റീസ് നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ് എന്ന് വിളിക്കാം. ഇത് ഇങ്ങനെയല്ല കേട്ടോ, കുറച്ചുകൂടെ ശരിക്കും മാത്തമാറ്റിക്കലി റിഗറസ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്കത് പറയാൻ പറ്റും ബൈ ഡിഫൈനിങ് വാട്ട് ഈസ് നെയ്ബർഹുഡ് ആൻഡ് ഓൾ. ഓക്കെ, എങ്ങനെ നമുക്ക് ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, for an isolated singularity, for each singularity we can draw a neighborhood around that singularity with such that there are no other singularities inside this neighborhood. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. സോ അതുകൊണ്ടാണ് ഞാനിത് വളരെ സിമ്പിളായിട്ട് സെപ്പറേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി തന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഐഡിയ.
ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഭാഗം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, വി ആർ നോട്ട് ഡിസ്കസിങ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ്, വി വിൽ ഡിസ്കസ് ഓൺലി ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, so let me discuss isolated singularity in further detail. So നോക്കൂ, isolated singularity നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എസെൻഷ്യൽ സിംഗുലാരിറ്റി, രണ്ടാമത്തത് പോൾ ഓഫ് ഓർഡർ n, മൂന്നാമത്തത് റിമൂവബിൾ സിംഗുലാരിറ്റി. സോ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ the nature of principal part of the Laurent series expansion. So ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. ആ ലോറന്റ് സീരീസ് എക്സ്പാൻഷനിൽ ഒരു പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവും, ഒരു അനലിറ്റിക് പാർട്ട് ഉണ്ടാവും. സോ ഈ പ്രിൻസിപ്പൽ പാർട്ടിന്റെ നേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ആ ഫംഗ്ഷന്റെ സിംഗുലാരിറ്റീസിന്റെ നേച്ചർ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത്? നോക്കൂ, പ്രിൻസിപ്പൽ പാർട്ടിൽ ചിലപ്പോൾ എന്തുണ്ടാവും, ഒറ്റ ടേംസ് ഉണ്ടാവില്ല. ചില ഫംഗ്ഷൻസ് ഫോർ എക്സാമ്പിൾ e raised to z എടുത്താൽ there is no term in the principal part. എല്ലാ ടേംസും എന്താണ്, സെറ്റിന്റെ പോസിറ്റീവ് പവേഴ്സ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരം ഫംഗ്ഷൻസ് നമ്മൾ എന്ത് പറയും, ദേ ആർ കോൾഡ്, അത് നമുക്ക് അതിന് സിംഗുലാരിറ്റീസ് ഒന്നുമില്ല. ഓക്കെ, അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ എന്തില്ല, പ്രിൻസിപ്പൽ പാർട്ടിൽ ടേംസ് ഒന്നുമില്ല. സോ ദേ ആർ പ്രിൻസിപ്പൽ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയും. അതേസമയം ചില കേസിൽ നമുക്ക് പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഫംഗ്ഷൻ, ഇങ്ങനെ ഒരു സീരീസ് കൺസിഡർ ചെയ്യാം. f(z) is equal to 1/z³ plus 1/z² plus 1/z plus 1 plus z plus z² plus etc. അങ്ങനെ പോവാം. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നിങ്ങൾ സെറ്റിൻ്റെ ഈ ഭാഗം ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഏത്, റൈറ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് അല്ല, പോസിറ്റീവ് പവേഴ്സ്, സെറ്റിൻ്റെ പോസിറ്റീവ് പവേഴ്സ് 1 plus z plus z² plus etc. അങ്ങനെ പോകുന്നു. പക്ഷേ ഈ സീരീസ് തുടങ്ങുന്നത് എവിടെയാണ്, തുടങ്ങുന്നത് 1/z³ ദർ ഈസ് നോ ഇൻഫിനിറ്റ്, ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇൻഫിനിറ്റിലേക്ക് പോകുന്നില്ല. ഓക്കെ, അങ്ങനെ എന്തില്ല, അങ്ങനെ ഫംഗ്ഷനില്ല. ഫംഗ്ഷൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ഡെഡ് എൻഡ്. ഇതെന്താണ്, ഒരു ഡെഡ് എൻഡ് ആണ്. ഇവിടെയാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം ഫംഗ്ഷൻസിൽ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 1/z³ ആണ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം 1/z² ആണ്, തേർഡ് ടേം 1/z ആണ്. ഈ മൂന്ന് ടേമിൻ്റെ പ്രത്യേകത എന്താണ്, ഈ മൂന്ന് ടേംസും എന്താണ്, z ഡിനോമിനേറ്ററിലാണ്. ദാറ്റ് ഈസ് ദീസ് ഫോം ദ പ്രിൻസിപ്പൽ പാർട്ട്. ഓക്കെ, PP എന്നാണ് ഞാൻ എഴുതുന്നത് പ്രിൻസിപ്പൽ പാർട്ടിന്. ഓക്കെ, സോ ഈ മൂന്ന് ടേംസും കൂടെ ഉൾപ്പെടുന്നതാണ് ആ സീരീസിൻ്റെ, ആ ലോറന്റ് സീരീസിൻ്റെ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ എത്ര ടേംസ് ഉണ്ട്, ഓൺലി 3 terms ആർ ദർ ഇൻ ദ പ്രിൻസിപ്പൽ പാർട്ട്. സോ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എന്നുള്ള ഗണത്തിലാണ് ഇത് വരുന്നത്. നേരത്തെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു e raised to z, അതിനകത്ത് പ്രിൻസിപ്പൽ പാർട്ട് ഹാസ് നോ ടേംസ്. ഇനി അവസാനമായിട്ടുള്ള ഒരു ഇതെന്നുള്ളതെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ e raised to 1/z. ഓക്കെ, നിങ്ങൾ e raised to 1/z എടുത്താൽ എങ്ങനെ സംഭവിക്കുക, e raised to 1/z is equal to 1 plus 1/z plus 1/z² plus 1/z³ plus etc. ഇങ്ങനെ പോകും അല്ലേ. ഇതെല്ലാം ഈ 1 ഒഴികിയതെല്ലാം എന്താണ്, പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ ഭാഗമാണ്. പക്ഷേ പ്രിൻസിപ്പൽ പാർട്ട് എവിടെയെങ്കിലും അവസാനിക്കുന്നുണ്ടോ, ഇല്ല, ഇറ്റ് കണ്ടിന്യൂസ് ഓൺ. സോ ഇറ്റ്സ് കണ്ടിന്യൂസ് ഫോർ എവർ. ഓക്കെ, സോ ദിസ് ഈസ് an example for a function whose Laurent series expansion has infinite number of terms in the principal part. Principal part il infinite number of terms ulla. So ഇത്തരം സിംഗുലാരിറ്റീസ് നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അതായത് പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. പ്രിൻസിപ്പൽ, അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഇതാണ്, പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, PP ഇൻഫിനിറ്റി. അതേസമയം പോൾ ഓഫ് ഓർഡർ എന്താണ്, പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. Principal part contains finite number of terms, and removable singularity is principal part contains no terms. Principal part contains no terms. Singularities principal part ഒറ്റ terms ഇല്ല. അങ്ങനത്തെ ഫംഗ്ഷൻസ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്കിതിനി പിന്നെ ഓരോന്നും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ റെസ്റ്റോറൻറ്റ് ഇതൊക്കെ നേരത്തെ പറഞ്ഞു. ഓക്കെ, പോൾ ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രമുള്ള ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്കിനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് പോൾ ഓഫ് ഓർഡർ ആണ്. പോൾ ഓഫ് ഓർഡർ ആണ്. ഓക്കെ, പോൾ ഓഫ് ഓർഡർ.
ഓക്കെ. സോ ഈ പോൾ ഓഫ് ഓർഡറിൻ്റെ പ്രത്യേകത നമുക്ക് അതാണ് നമ്മുടെ ഇൻ്റഗ്രേഷനിലൊക്കെ ഒരുപാട് വരുന്നത്. ഓക്കെ, അത് പോളുള്ള അല്ലെങ്കിൽ സം ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാരിറ്റീസ് ഉള്ള ഫംഗ്ഷൻസ്, ബാക്കിയുള്ള എവ്രിവെയർ അനലിറ്റിക് ബട്ട് എക്സെപ്റ്റ് എ ഫ്യൂ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. ഇത്തരം പോയിന്റ്സിൽ മാത്രം അനലിറ്റിക് അല്ലാത്ത ഫംഗ്ഷൻസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാണ്. ഓക്കെ, സോ പോൾ ഓഫ് ഓർഡറിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. അത്തരം സിംഗുലാരിറ്റി ഉള്ള ഒരു ഫംഗ്ഷൻ എക്സാമ്പിളാണ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു e raised to 2z divided by ഈ പോൾ ഓഫ് ഓർഡറിന് എക്സാമ്പിൾ ആണ് e raised to 2z divided by z minus 1 whole cube. Okay, z minus 1 whole cube. This is an example for a function which is with having a pole of order. Okay, instead of an essential singularity or a removable singularity. Okay, so ഇതിൻ്റെ പോളിൻ്റെ നേച്ചർ നമുക്ക് നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ പവർ ഓഫ് ദ term in the denominator, we call this pole of order n. So where n is the power of the function in the denominator. Okay, denominator ഉള്ള ഫംഗ്ഷൻ്റെ പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഓർഡർ 3 ആണ്. സോ ഈ ഫംഗ്ഷൻ എത്രയാണ്? ഓർഡർ ഇസ് ഈക്വൽ ടു, ഈ ഫംഗ്ഷന് ഓർഡർ 3 ആണ്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് എഴുതി നോക്കാം നമുക്ക്. സോ e raised to 2z divided by z minus 1 whole cube is equal to, we can after a lot of calculations we can write the Laurent series expansion of this function as e raised to 2 common ആക്കി എടുത്താൽ the rest of the thing we can write as 1 by z minus 1 whole cube plus 1 by z minus 1 whole square plus sorry, what 2 by ആണ്, this is 2 by, then finally we have 2 by z minus 1 plus 8 by 6 and so on. Okay, so this is the Laurent series of e raised to 2z divided by z minus 1 whole cube. So ഇവിടെ ശ്രദ്ധിക്കാൻ നമുക്ക് the highest power എന്താണ്? 1 by z minus 1 whole cube ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? z minus ഇതിൻ്റെ പോള് ഓർഡർ 3 ആണെന്നുള്ളത്. Okay, this has the pole of order 3. റിമൂവബിൾ സിംഗുലാരിറ്റി എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. റിമൂവബിൾ സിംഗുലാരിറ്റി എന്നാണ് ഫംഗ്ഷൻസ് വിത്ത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻസ് വേർ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് നോ ടേംസ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം വരും, പ്രിൻസിപ്പൽ പാർട്ടിൽ ടേംസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ ട്രിവിയൽ അല്ലേ, ട്രിവിയൽ അല്ലേ നമുക്ക് സംശയം വരാം. പക്ഷേ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തരാം. ആ ഫംഗ്ഷൻ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് അത് ചില പോയിന്റുകളിൽ ഇൻഫിനിറ്റ് ആവുന്നുണ്ടെന്ന്. പക്ഷേ ആക്ച്വൽ കേസിൽ എന്തായിരിക്കില്ല, ദർ വിൽ ബി നോ ഇൻഫിനിറ്റ് പോയിന്റ്സ്. നോക്കൂ, ഫോർ എക്സാമ്പിൾ the function sin z by z. ഇതിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതാണെങ്കിൽ we can write 1 by z, ഈ 1 by z കോമൺ ആക്കി എടുത്തിട്ട് sin z-ൻ്റെ ടൈലർ സീരീസ് എന്താണ്? z minus z cube by 3 factorial plus z raised to 5 by 5 factorial minus and so on. ഇനി നമുക്ക് ഈ 1 by z ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വരും 1 minus z square by 3 factorial plus z raised to 4 by 5 factorial minus and so on. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, പ്രിൻസിപ്പൽ പാർട്ട് ഹാസ് നോ ടേംസ്. ഈ കേസിൽ പ്രിൻസിപ്പൽ പാർട്ടിൽ എന്തില്ല? ടേംസ് ഒന്നുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. സോ ഇവിടെ സൈൻ ബൈ സെഡ് എന്ന് കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും എന്താണ്, ഡിനോമിനേറ്ററിൽ സെഡ് ഉണ്ട്, അതുകൊണ്ട് സെഡ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ഈ ഫംഗ്ഷൻ ഇൻഫിനിറ്റ് ആവുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ചേക്കാം. പക്ഷേ ആക്ച്വൽ കേസിൽ എന്താണ്? ദർ ഇസ് നോ സിംഗുലാരിറ്റി. ഓക്കെ, ദർ ഇസ് നോ സിംഗുലാരിറ്റി. ഓക്കെ, സോ ദിസ് ഇസ് ദ റിമൂവബിൾ സിംഗുലാരിറ്റി. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ചില ഫംഗ്ഷൻസ് ഞാൻ പറയും. ആ ഫംഗ്ഷൻസിൻ്റെ സിംഗുലാരിറ്റീസിൻ്റെ നേച്ചർ, അത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ, പോൾ ഓഫ് ഓർഡർ ആണോ, അതോ റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ, ഇത് ഏതാണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതേപോലെ പോൾ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എത്രയാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, so this is the first example. Find the nature of the singular point. Find the nature of the singular point of the function z minus sin z divided by z square. Z minus sin z divided by z square. അപ്പോൾ ഈ ഫംഗ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടാവും അല്ലേ, എന്താണ് z മൈനസ് സൈൻ z ബൈ z സ്ക്വയർ, ഇപ്പോൾ എങ്ങനെ ചെയ്യും? പക്ഷേ ആക്ച്വലി ദിസ് ഇസ് വെരി വെരി സിമ്പിൾ. നോക്കൂ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആകെ ചെയ്യേണ്ടത് പുൾ ഔട്ട് ദ 1 by z square ഔട്ട്. ഓക്കെ, ബാക്കിയുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യുക. ബാക്കിയുള്ള എന്താണ്? z മൈനസ് സൈൻ സെറ്റിൻ്റെ എക്സ്പാൻഷൻ, ടൈലർ സീരീസ് എക്സ്പാൻഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്താണ്? സോ മൈനസ് z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ്
z raised to 5 by 5 factorial minus etc. ഇങ്ങനെ പോകും അല്ലേ? So what happens? 1 by z square into z minus z. So ഈ z ഉം കൂടെ ക്യാൻസൽ ആവും. ബാക്കി എന്താണുള്ളത്? minus of minus z cube by 3 factorial, that is z cube by 3 factorial minus z raised to 5 by 5 factorial and so on. Okay, and finally we can multiply this 1 by z square outside to the term in the bracketനുള്ള term ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 1 by z square നെ. അപ്പോൾ എന്ത് വരും? 1 by z square into z cube by 3 factorial എന്ത് വരും? It will be 1 by z square into z cube by 3 factorial, that is nothing but z by 3 factorial minus z raised to 3 divided by 5 factorial and so on. So this is the expansion. നോക്കൂ, ഇവിടെ z ന്റെ പവർ കൂടി പോവാണ്. So there will be no chance for appearing any 1 by z in this expansion. ഈ expansion ഒരു 1 by z denominator വരാനുള്ള യാതൊരു സാധ്യതയില്ല. So therefore this is a removable singularity. This is a removable singularity. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനിൽ z എന്ന് പറയുന്നത് z equal to 0 എന്ന് പറയുന്ന ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് മനസ്സിലായി അല്ലേ? കാരണം എന്താണ്? പ്രിൻസിപ്പൽ പാർട്ടിൽ ഒറ്റ ടേമും ഇല്ല, പ്രിൻസിപ്പൽ പാർട്ട് ഈസ് എംപ്റ്റി. സോ ദിസ് ഈസ് വൈ വി ടേക്ക് ദിസ് ആസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ സിംഗുലർ പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ z e raised to 1 by z square. z e raised to 1 by z squareന്റെ സിംഗുലർ പോയിന്റ് നേച്ചർ ആണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആണ്. നോക്കൂ, z എന്താണ്? z നെ അവിടെ നിർത്തിയിട്ട് നമുക്ക് e raised to 1 by z square എക്സ്പാൻഡ് ചെയ്യാം. എന്താണ്? 1 plus 1 by z square plus 1 by z square by 2 factorial whole square by 2 factorial അല്ലേ? plus 1 by z square whole cube by 3 factorial plus and so on. So നമുക്ക് എന്ത് എഴുതാം? z into 1 plus 1 by z square plus 1 by z square whole square, that is 1 by z raised to 4. So 1 by 2 factorial into z raised to 4 plus 1 by z raised to 6 into 3 factorial and so on. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പുറത്തുള്ള z അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തരും z plus z by z square, that will be 1 by z plus z by z raised to 4 1 by z cube വരും. പിന്നെ എന്തുള്ളത്? 2 factorial ഉണ്ട്. ഓക്കെ, ആൻഡ് സോ ഓൺ. ഇനിയുള്ള ടേംസ് ഒക്കെ എന്താണ്? ഡിനോമിനേറ്ററിലാണ് z വരുന്നത്. സോ therefore this is an essential singularity because there are infinite number of terms in the principal part. Principal part contains infinite number of terms and therefore this is an essential singularity. So ഇനി നമുക്ക് ഇത് രണ്ടും അല്ലാത്തൊരു കേസ് നമുക്ക് നോക്കണ്ടേ? ഒരു പോൾ ഓഫ് ഓർഡറിന്റെ കേസ്. സോ അതാണ് നമുക്ക് ഇനി അടുത്ത എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നോക്കൂ, find the nature of the singular point of the function 1 e raised to z by z. So the function f of z is equal to e raised to z by z, e raised to z by z. So this can be written as 1 by z into e raised to z എന്താണ്? It is 1 plus z square by 2 factorial plus etc. and so on. This is equal to 1 by z നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by z plus 1 by z into 1 by z into z 1 plus z square by z, so z by 2 factorial and ബാക്കിയുള്ളതൊക്കെ എന്താണ്? z ന്റെ പോസിറ്റീവ് പവേഴ്സ് ആണ്. സോ ഓൺലി വൺ ടേം ഇൻ ദ ഡിനോമിനേറ്റർ അല്ലെ? z ന്റെ നെഗറ്റീവ് പവേഴ്സ് ഉള്ള ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. സോ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഓൺലി വൺ ടേം. 1 എന്ന ഫൈനൈറ്റ് നമ്പർ ആണ്. സോ therefore this principal part has finite number of terms and this is the pole. This is the pole. പക്ഷേ പോളിന്റെ ഓർഡർ എത്രയാണ്? പോളിന്റെ ഓർഡർ നോക്കേണ്ടത് the highest power in the സീരീസ് എക്സ്പാൻഷൻ. സീരീസ് എക്സ്പാൻഷനിൽ z-ന്റെ നെഗറ്റീവ് ആയിട്ട് ഹയസ്റ്റ് പവർ എത്രയാണെന്ന് നോക്കേണ്ടത്. സോ ഇവിടെ z-ന്റെ ഒറ്റ ടേമേ ഉള്ളൂ. സോ അതിന്റെ പവർ എത്രയാണ് നോക്കിയാൽ മതി. അപ്പോൾ എത്രയാണ്? പോൾ ഓഫ് ഓർഡർ 1. z-ന്റെ പവർ 1 ആണ്. സോ ദിസ് ഈസ് പോൾ ഓഫ് ഓർഡർ 1. സോ ഇങ്ങനെയാണ് നമ്മൾ പോൾസ് കണ്ടെത്തുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. നോക്കൂ, ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ സിംഗുലർ പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ f of z is equal to e raised to z by z minus 3. e raised to z by z minus 3. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനും ഡിനോമിനേറ്ററിലെ ഫംഗ്ഷനും 0-യിലായിരുന്നു നമുക്ക് തന്നിരുന്നത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് e raised to z by z minus 3-യുടെ സിംഗുലർ പോയിന്റ് നേച്ചറാണ്. നോക്കൂ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, സോ ഫസ്റ്റ് ഐ വിൽ ഡു വൺ തിങ്. നോക്കൂ, നമുക്ക് എന്ത് ചെയ്യണം? e raised to z നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. സോ e raised to z is equal to 1 plus z square plus z cube plus etc. z square by 2 factorial plus z cube by 3 factorial ഇങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഡിനോമിനേറ്റർ ഉള്ളത് 1 by z minus 3 ആണ്. ഓക്കെ, സോ ഒന്നെങ്കിൽ നമുക്ക് ഈ z-നെ
നമ്മളോട് ചോദിച്ചിരിക്കുന്ന അറ്റ് സെഡ് ഈക്വൽ ടു 3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റിനെല്ലാം z-3 ആക്കണം. ഓക്കെ, അതൊരു വഴിയുണ്ട്. നോക്കൂ, സെറ്റിനെല്ലാം z-3 ആക്കി നമുക്ക് താഴെ മുകളിലും z-3യുടെ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. സോ ഈ ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്യണം, e⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ e⁻z divided by z-3 ഉണ്ട്. സോ ഐ മൾട്ടിപ്ലൈ an e⁻³ and divide by an e⁻3, that is e⁻3. അപ്പോൾ എന്തായി ഫംഗ്ഷൻ e⁻3 into e⁻z-3 divided by z-3 ആയി. Okay, z-3 ആയി. So this can be written as e⁻3 divided by z-3 into 1 plus z-3 plus z-3 the whole square by 2 factorial and so on. Okay, so from this can be written as e⁻3 into ഈ 1 by z-3 നെ ഉള്ളിലേക്ക് എടുത്താൽ വരും 1 by z-3 plus z-3 by z-3, that is 1 plus z-3 square by z-3, so z-3 divided by 2 factorial and so on. Okay, so this is the case. So ഇവിടെ നോക്കൂ, principal part contains only one term, so therefore this is a pole of order 1. Okay, because z-3 ന്റെ പവർ എന്താണ്, z-3 പവർ 1 ആണ്. So therefore we can say that this is pole of order 1. ഇനി കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ, പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ. ഇത് പ്രത്യേകം ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ സിംഗുലർ പോയിന്റ് സെറ്റ് sin z by z-pi the whole square at z equal to pi, and ഇവിടെ 1 by z square sin z, 1 by z square sin z ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 1 by z square into sin z എന്നാണ് z minus z cube by 3 factorial plus z raised to 5 by 5 factorial ഇങ്ങനെ എഴുതാം. So this can be done by polynomial long division. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞപ്പോൾ അല്ലേ, polynomial long division. ഓക്കെ, അപ്പം പോളിനോമിയൽ ലോങ് ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒരു പിന്നെ സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മെത്തേഡ് ചെയ്യാം. ഇതും രണ്ടാമത്തതും ഇവിടെയും ഇതും രണ്ടും പോളിനോമിയൽ ലോങ് ഡിവിഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾ പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രാഞ്ച് പോയിന്റ്സ് ആൻഡ് ബ്രാഞ്ച് കട്ട്സ് എന്നാണ്. ഓക്കെ, ബ്രാഞ്ച് പോയിന്റ്സ് ആൻഡ് ബ്രാഞ്ച് കട്ട്സ് ഇത് ഒരു പ്രത്യേക കാര്യമാണ്. നമുക്ക് ഒരു എഫ് ഓഫ് സെഡ് ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, ഇഫ് യു റെപ്രസെൻറ്റ് ഇൻ ദി പോളാർ ഫോം, ദെൻ വാട്ട് ഹാപ്പൻസ് when we go from theta to theta plus 2pi. അതായത് നമ്മൾ പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെച്ചാൽ വി ഹാവ് എ ഫംഗ്ഷൻ. സോ സാധാരണഗതിയിൽ നമുക്ക് എക്സും വൈയും ആണ് ഉണ്ടാവുക അല്ലേ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടാവുക. പക്ഷേ ഈ സമയം നമുക്ക് ആറും തീറ്റയൊക്കെ ഉണ്ടാവുക അല്ലേ, ആറും തീറ്റയൊക്കെ ഉണ്ടാവുക. സോ വാട്ട് ഹാപ്പൻസ് if this value is here, this is r and theta, what happens if we go around this point and reach at the same point, that is theta plus 2pi? So what happens to the function? നിങ്ങൾ വിചാരിക്കും എല്ലാ ഫംഗ്ഷൻസും തീറ്റയ്ക്ക് 2pi തീറ്റ പ്ലസ് 2pi കൊടുത്താൽ സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ചില ഫംഗ്ഷൻസ് ഉണ്ട്, when we replace theta by theta plus 2pi, they do not return to the same value. ഓക്കെ, സെയിം വാല്യൂയിലേക്ക് തന്നെ തിരിച്ചു വരില്ല. ഓക്കെ, സോ അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ ബ്രാഞ്ച് പോയിന്റ്സ് ഉള്ള ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം പോയിന്റ്സ് നമ്മൾ ബ്രാഞ്ച് പോയിന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബ്രാഞ്ച് കട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇഫ് എഫ് ഓഫ് സെഡ് ചേഞ്ചസ് ഇറ്റ്സ് വാല്യൂ ഫ്രം തീറ്റ ടു തീറ്റ പ്ലസ് 2pi, z equal to a is called a ബ്രാഞ്ച് പോയിന്റ്. അത്തരം ഒരു ഫംഗ്ഷൻ നമ്മൾ ഒരു പോൾ ഉണ്ടെങ്കിൽ, ഒരു സിംഗുലർ പോയിന്റിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഹാവ് എ പോയിന്റ് എഫ് ഓഫ് സെഡ് at z equal to a, so z equal to a, ഇവിടെ നമ്മൾ എഫ് ഓഫ് സെഡ് എഴുതുമ്പോൾ സാധാരണ നമ്മൾ 1 by z എന്നൊക്കെ എഴുതുകയാണെങ്കിൽ z equal to 0 ആണ് എടുക്കുക അല്ലേ. സോ ഇൻ ജനറൽ 1 by z minus a ആകുമ്പോൾ z equal to a ആയിരിക്കും ഉണ്ടാവുക. സോ ഈ കേസിൽ ഈ ഫംഗ്ഷന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫംഗ്ഷനിൽ തീറ്റ പോളാർ ഫോമിൽ എഴുതാം, ഫംഗ്ഷനെ പോളാർ ഫോമിൽ എഴുതാം. പോളാർ ഫോമിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, തീറ്റ ഉള്ളിടത്ത് എന്ത് ചെയ്യുക, തീറ്റ പ്ലസ് 2pi ആക്കുക. ഓക്കെ, അന്നേരം കിട്ടുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് തീറ്റ തന്നെയാണെങ്കിൽ, സോ ഇഫ് എഫ് ഓഫ് തീറ്റ is equal to f of theta plus 2pi, then the z equal to a point is called not a branch point. But if this is not equal to f of theta plus 2pi, f of theta is not equal to f of theta plus 2pi, then such a point is called, at z equal to a is called a branch point. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഈ ഇമേജിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. നോക്കൂ, അത് തീറ്റ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് സെഡിൻ്റെ വാല്യൂ, ഫംഗ്ഷൻ്റെ വാല്യൂ ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ, ചെറുതായിട്ടല്ല, ഒരു പർട്ടിക്കുലർ ഡീവിയേഷൻ വരും.
ഓക്കെ, സോ ഇതിനാണ് നമ്മൾ ബ്രാഞ്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, നമുക്ക് ചില ഫംഗ്ഷൻസിൻ്റെയൊക്കെ ബ്രാഞ്ച് പോയിന്റ്സ് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, സപ്പോസ് വി ഹാവ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z minus a whole raised to half, then it can be represented in polar coordinates as, നോക്കൂ നമുക്ക് അതിനെ പോളാർ കോർഡിനേറ്റ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? f of r theta is equal to z minus a നമുക്ക് എങ്ങനെ എഴുതാം? we have z minus a is equal to r e raised to i theta അല്ലേ, r e raised to i theta. അപ്പോൾ z a എന്താണ്? a is the origin അല്ലേ, a is the origin and z is the xy x plus iy and r is the radial coordinate, theta is the angular coordinate. Okay, so നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫംഗ്ഷൻ എന്ത് എഴുതാം? f of z is equal to z minus a whole raised to half ആണ്. So we can write z minus a നെ നമുക്ക് r e raised to i theta എന്ന് എഴുതാം, or we can write f of r theta is equal to എങ്ങനെ എഴുതാം? f of r theta is equal to r e raised to i theta whole raised to half എന്ന് എഴുതാം അല്ലേ. ഇവിടെ ഹാഫ് ഉണ്ട്, ഹോൾ റേസ് ടു ഹാഫ് ഉണ്ട്, സോ ഇവിടെയും ഹോൾ റേസ് ടു ഹാഫ് ഉണ്ട്. സോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് എഴുതാം, ഈ ഹാഫ് എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാം, r raised to half e raised to i theta by 2 എന്ന് എഴുതാം. സോ this can be finally written as r ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൽ നിന്ന് തീറ്റ goes to theta plus 2 pi കൊടുക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ദി ഫംഗ്ഷൻ r raised to half e raised to i theta by 2. ഓക്കെ, നമ്മൾ തീറ്റ goes to theta plus 2 pi കൊടുക്കൂ, അപ്പം എന്ത് വരും? സോ f of theta is equal to f of theta plus 2 pi will be എന്ത് വരും? r raised to half അതുപോലെ തന്നെ ഉണ്ടാവും, തീറ്റക്ക് എന്ത് സംഭവിക്കും? e raised to i theta plus 2 pi divided by 2 എന്ന് വരും. So that is equal to r raised to half into e raised to i theta by 2 plus e raised to i 2 pi by 2, that is nothing but e raised to i pi. പക്ഷേ e raised to i pi എന്താണ്? e raised to i pi, സോ ഇവിടെ ഇൻറ്റു ആണേ, ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ, കാരണം ഇത് എക്സ്പോണൻഷ്യൽ ആണല്ലോ പ്ലസ് ഉള്ളത്. സോ ദിസ് ഇസ് e raised to i theta by 2 into e raised to i pi. പക്ഷേ e raised to i pi എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് -1. e raised to i pi is nothing but -1. So we can write this as into -1, or this is equal to minus r half e raised to i theta by 2. But this is nothing but f of theta, right? This is f of theta. So we obtain f of theta plus 2 pi is equal to minus f of theta. So therefore f of theta is not equal to f of theta plus 2 pi. Therefore the point z equal to a എന്നുള്ള പോയിന്റ് എന്നല്ല, it is not a it's a singular it's a branch point. അത് നമ്മളൊരു ബ്രാഞ്ച് പോയിന്റ് എന്ന് വിളിക്കും ഇത്തരം ഫംഗ്ഷൻസിന്. ഇത് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ നമുക്ക് കിട്ടിയിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ z equal to a is not a branch point. സോ അങ്ങനെയാണ് പറയാം, f of z equal to a is a branch point of the function f of z is equal to z minus a whole raised to half. ക്ലിയർ ആണല്ലോ? അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ വെദർ ദ സിംഗുലർ പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ f of z is equal to log z is a branch point or not. ഓക്കെ, അപ്പോൾ log z ഒരു ബ്രാഞ്ച് പോയിന്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യാനുള്ളത്. നോക്കൂ, സോ വി ക്യാൻ റൈറ്റ് log z is equal to f of z is equal to log z. therefore we can write z എന്താണ്? z is equal to r e raised to i theta ആണ്. so therefore log z is equal to log r e raised to i theta. പക്ഷേ log a b എന്താണ്? log a plus log b ആണ്. so this can be written as log r plus log e raised to i theta, that is nothing but i theta. So this is our f of r theta. Now we subtend theta to theta plus 2 pi. So what happens? This implies f of theta plus 2 pi is equal to log r അതിൽ വ്യത്യാസമൊന്നുമില്ല, I into theta എന്താവും? theta plus 2 pi എന്നാവും. So this is equal to log r plus I theta plus I into 2 pi. So this is not equal to f of theta, and therefore we can say that z equal to 0 in this case z equal to 0 is a branch point. z equal to 0 is a branch point. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെറ്റിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് നെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കൂ, ദ ക്വസ്റ്റ്യൻ ഈസ് ദ ഫംഗ്ഷൻ z by sin pi z square of a complex variable z has പിന്നെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ സിമ്പിൾ പോൾ അറ്റ് 0 ആൻഡ് പോൾസ് ഓഫ് ഓർഡർ 2 at ±√n for n equal to 1, 2, 3. Option B, a simple pole at 0 and poles of order 2
at plus or minus root n and plus or minus I root n for n equal to 1, 2, 3. And C, option C, poles of order 2 at plus or minus root n and n equal to 0, 1, 2, 3. And option D, poles of order 2 at 0 at plus or minus n and n is equal to 0, 1, 2, 3, etc. Okay. So നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫംഗ്ഷൻ്റെ പോള് എപ്പോഴാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of z is equal to z divided by sin pi z square ആണ് അല്ലേ. ഒരു ഫംഗ്ഷന് സിംഗുലാരിറ്റീസ് അല്ലെങ്കിൽ പോൾസ് ഉണ്ടാവുമ്പോഴാണ് അതിന് ഡിനോമിനേറ്റർ 0 ആകുമ്പോഴാണ്. ഓക്കെ, സോ ഇവിടെ നമുക്കുള്ള ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ ആണ് സൈൻ പൈ z സ്ക്വയർ ആണ്. സോ വി ഹാവ് സൈൻ പൈ z സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമുക്ക് പോൾസ് ഉണ്ടാവുക അല്ലേ. ഇത് എപ്പോഴാണ് സംഭവിക്കുക? ദിസ് ഹാപ്പൻസ് വെൻ പൈ z സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n പൈ ആകുമ്പോഴാണ് അല്ലേ. പൈ z സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n പൈ ആകുമ്പോഴാണ് നമുക്ക് സൈൻ പൈ z സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഫംഗ്ഷൻ f of z എന്തുണ്ടാവുക, പോൾസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഈ പൈയും ഈ പൈയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? z സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n. z സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n. ദാറ്റ് ഇംപ്ലൈസ് z ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് n ആവാം, പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് n ആവാം. കാരണം എന്താണ് ഐ റൂട്ട് n ആവാനുള്ള കാരണം? നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് n സ്ക്വയർ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് n സ്ക്വയർ എടുത്താൽ വി വിൽ ഗെറ്റ് മൈനസ് ഓർ പ്ലസ് n. ബട്ട് ദിസ് ഇസ് രണ്ട് ഓപ്ഷൻ ഇവിടെ നമുക്ക് ഈ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് ഐ റൂട്ട് n ഓപ്ഷൻ കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ പോൾസ് വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടി? ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത്? 0യും അതേപോലെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ടെന്നും പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് ടെന്നും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഒരു ആൻസർ വരുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ടെന്നിൽ വരുന്നുണ്ട്. ഓപ്ഷൻ ബി നോക്കൂ, ഓപ്ഷൻ ബിയിൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ടെന്നിൽ വരുന്നുണ്ട്, പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് ടെന്നിൽ വരുന്നുണ്ട്. വേറെ ഒന്നിലും നമുക്ക് പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് ടെൻ എന്നുള്ളത് കാണുന്നില്ല. സോ അവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. പക്ഷേ ഒന്നുകൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഇവിടെ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 0 n പ്ലസ് ഓർ മൈനസ് n എന്നുള്ളടത്ത് സിമ്പിൾ പോൾ എന്ന് പറയുന്നുണ്ട്, അതേസമയം ഇവിടെ പോൾ ഓഫ് ഓർഡർ 2 എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് എന്നിൽ എന്നുണ്ട്, അതായത് ഫസ്റ്റ് ഓർഡർ പോളുണ്ട്, സെക്കൻഡ് ഓർഡർ പോളുണ്ട് എന്നാണ് പറയുന്നത്, പോൾ ഓഫ് ഓർഡർ 2 ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. നോക്കൂ, when a function is a function said to be of symbol pole if its limit നോക്കൂ, if we have a function f of z, then that function will have a symbol pole if z minus z0, ഇവിടെ z0 0 ആണ്, അതുകൊണ്ട് നമുക്ക് z minus z0 എടുക്കാം, into f of z limit z tends to 0 if this exists. Okay, if for a function f of z limit z tends to 0 z minus z0 f of z exists, then ഇത് ഫൈനൈറ്റ് ആണെങ്കിൽ then z0 is a symbol pole. z0 is a symbol pole or pole of order 1. Okay, അതേസമയം the same thing limit z tends to 0 z minus z0 whole square f of z ആണ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? z0 is a pole of order 2 and so on. z minus z0 whole cube f of z ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? pole of order 3 exists and so on. സോ ഈ കേസിൽ നമുക്ക് എന്താ നോക്കാം. നോക്കൂ, നമുക്ക് ചെയ്യേണ്ടത് we have to check whether limit z tends to 0 ഇവിടെ z0 എന്താണ്? z0 equal to 0. So therefore limit z tends to 0 z f of z is exists or not, whether this exists or not. Okay, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? this is a symbol pole. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഓർഡർ നോക്കും. സെക്കൻഡ് ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ പോളാണെന്ന് മനസ്സിലാക്കും. സോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. f of z എന്താണ്? സോ വി ഹാവ് z into f of z എന്താണ്? f of z is z divided by sin pi z square. ശരിയല്ലേ? ഞാൻ എന്ത് ചെയ്യാണ്? ഈ z square ഇങ്ങനെ എഴുതി. സോ z square divided by sin pi
z square. ആഹാ, ഇത് നല്ലൊരു രൂപത്തിലാണ്. ഇനി നമുക്ക് അതിൻ്റെ ലിമിറ്റ് എടുക്കണം. സോ വാട്ട് ഈസ് ലിമിറ്റ് z tends to 0 z f of z is equal to ഞാൻ എന്ത് ചെയ്തു ലിമിറ്റ് z tends to 0 ഒരു പൈ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, പൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ പൈ z സ്ക്വയറിനെ ഞാൻ താഴേക്ക് എടുത്തു. ഓക്കെ, സോ പൈ z സ്ക്വയറിനെ ഞാൻ ഇവിടെ പൈ z സ്ക്വയറിന്, സോ എന്താ കിട്ടുക നമുക്ക് 1 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു സൈൻ z സ്ക്വയർ പൈ z സ്ക്വയർ ഡിവൈഡ് ബൈ പൈ z സ്ക്വയർ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് എടുത്താൻ പറ്റും. സോ ദിസ് ഈസ് എ വെരി ഫേമസ്, നമുക്കറിയാവുന്ന ഒരു ലിമിറ്റാണ്. എന്താണ് ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റ് 0, ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ x ബൈ x എന്താണ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ദെർഫോർ ദിസ് ലിമിറ്റ് ഈസ് 1. 1 ബൈ 1 പറഞ്ഞാൽ 1 ആണ് അല്ലേ. സോ ലിമിറ്റ് എക്സിസ്റ്റ്. അതുകൊണ്ട് ദിസ് z അറ്റ് z0 ഈസ് z0 ഈക്വൽ ടു 0 ഈസ് എ സിമ്പിൾ പോൾ, ഈസ് എ സിമ്പിൾ പോൾ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ എന്താണ്, ഓപ്ഷനിൽ നോക്കൂ എ സിമ്പിൾ പോൾ അറ്റ് 0. പിന്നെ പറഞ്ഞത് പോൾസ് ഓഫ് ഓർഡർ 2 അറ്റ് പ്ലസ് ഓർ മൈനസ് n ആൻഡ് പ്ലസ് ഓർ മൈനസ് i റൂട്ട് n. സോ പ്ലസ് ഓർ മൈനസ് റൂട്ട് എന്നിലും പ്ലസ് ഓർ മൈനസ് i റൂട്ട് എന്നിലും സെക്കൻഡ് ഓർഡർ പോൾസ് ആണുള്ളതെന്നാണ് പറയുന്നത്. സോ അത് വെരിഫൈ നമുക്ക് എന്ത് ചെയ്താൽ മതി, സോ വി ക്യാൻ വെരിഫൈ ദാറ്റ് ലിമിറ്റ് എന്ത് ചെയ്യാം, ലിമിറ്റ് z ടെൻസ് ടു റൂട്ട് n. ആദ്യം നമുക്ക് റൂട്ട് n എടുക്കാം. ലിമിറ്റ് z ടെൻസ് ടു റൂട്ട് n പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. z മൈനസ് റൂട്ട് n ദ ഹോൾ സ്ക്വയർ f of z. f of z എന്താണ്, f of z is nothing but z square divided by z divided by sin pi z square. Okay, z divided by sin pi z square. So ഇതും നിങ്ങൾക്ക് if you evaluate നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് z minus root n the whole square ഉണ്ട്, ഇവിടെ sin pi z square ഉണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, we can multiply and divide by pi z square and pi z square. Okay, then applying ഇവിടെ എന്താണ്, ഈ z സ്ക്വയറും ഈ z ഉം വെട്ടിപ്പോയി, ബാക്കി എന്താ ഉള്ളത്, we have pi z 1 divided by pi z into sin pi z square by pi z square. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ when we take the limit then we can see that this also exists. അങ്ങനെ കണ്ടുപിടിക്കാം. നോക്കൂ, we can write this is equal to limit z minus root n the whole square divided by pi z divided by limit sin pi z square divided by pi z square. ഇത് ഓൾറെഡി 1 ആണ് നമ്മൾ കണ്ടു. സോ ഡിനോമിനേറ്റർ ഈസ് 1. ന്യൂമറേറ്റർ എന്താണ്, റൂട്ട് n കൊടുത്താൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, we will get 0 by 1, 0 by root n അല്ലേ, 0 divided by pi root n, but this is equal to 0. 0 is a finite value. Okay, so therefore we can say that the limit exists. So the limit exists. Okay, so therefore we can say that z is equal to root n is a second order pole. മനസ്സിലായോ? അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റി. സോ ദിസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് വൺ, സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഐ റൂട്ട് എന്നും സെയിം റിസൾട്ട് ആയിരിക്കും തരാം. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ അനദർ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. ഡിറ്റർമിൻ വെദർ ദ സിംഗുലർ പോയിന്റ്സ് ആർ ബ്രാഞ്ച് പോയിന്റ്സ് ഫോർ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയറിന് സിംഗുലർ പോയിന്റ്സ് ബ്രാഞ്ച് പോയിന്റ്സ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് z minus 0 the whole square. Z minus 0 എന്ന് പറഞ്ഞതാണ് it is r e raised to I theta the whole square which is equal to r square e raised to 2i theta. ഇനി f of theta plus 2pi എന്താണ്, f of theta plus 2pi is equal to r square e raised to I into theta plus 2pi theta plus 2pi 2i into so this is equal to r square into e raised to 2i theta plus 2i into 2pi that is 4i pi. പക്ഷേ e raised to I into 4pi എന്താണ്, it is simply 1. So therefore we can neglect this e raised to 4i pi here, and this is nothing but r square. This is nothing but r
e raised to I theta the whole square, which is nothing but f of theta. So we obtained f of theta plus 2 pi is equal to f of theta. Therefore z equal to 0 is not a branch point. Therefore z equal to 0 is not a branch point. It's only a singular point. Clear or no? So this is how we solve. Okay, നമുക്ക് ഒരു നെറ്റിന്റെ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സെക്ഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നോക്കൂ, the question is consider the function f of z is equal to 1 divided by log z 1 by z log 1 minus z of a complex variable z equal to r e raised to I theta for r greater than or equal to 0 minus infinity less than theta less than infinity. The singularities of f of z are as follows. A, branch points at z equal to 1 and z equal to infinity, and a pole at z equal to 0 only for 0 less than or equal to theta less than or equal to 2 pi. Option B, branch points at z equal to 1 and z equal to infinity, and a pole at z equal to 0 for all theta other than 0 less than theta less than or equal to 2 pi. Option C, branch points at z equal to 1 and z equal to infinity, and a pole at z equal to 0 for all theta. And option D, branch points at z equal to 0 and z equal to 1 and z equal to infinity. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കൂ, ഇവിടെ നമുക്ക് ഫസ്റ്റ് പാർട്ട് എല്ലാ ഓപ്ഷനിലും കറക്റ്റ് ഒരേപോലെയാണ്. അതായത് ഫസ്റ്റ് പാർട്ട് നോക്കുമ്പോൾ ബ്രാഞ്ച് പോയിന്റ്സ് അറ്റ് z equal to 1 and z equal to infinity, branch points at z equal to 1 and z equal to infinity, branch points at z equal to 1 and z equal to infinity, branch points at z equal to 1 and z equal to infinity. സോ ഈ പോയിന്റ് 4 ഓപ്ഷനുണ്ട്. സോ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ പാർട്ട് എന്താണ്? പോൾ അറ്റ് ലെറ്റ് മീ ടേക്ക് അനദർ കളർ. ഇവിടെ നോക്കൂ, പോൾ അറ്റ് and pole at z equal to 0 only for 0 less than theta less than or equal to 2 pi. ഇവിടെ pole at z equal to 0 for all theta other than 0 less than theta less than 2 pi. ഇവിടെ pole at z equal to 0 for all theta, ഇവിടെ z equal to 0 എന്നുള്ളതാണ് ഒരു ബ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നമുക്ക് ഓരോന്ന് നോക്കാം. നോക്കൂ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് സെഡ് എന്താണ് തന്നിരിക്കുന്നത്? എഫ് ഓഫ് സെഡ് is equal to 1 by z log 1 minus z. നമുക്ക് log 1 minus x-ൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് log 1 minus x? log 1 minus x is equal to minus x square by 2 minus x cube by 3. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു അതാണ് log 1 minus x ഉണ്ട് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെയാ ഈ എഫ് ഓഫ് സെഡിനെ എക്സ്പാൻഡ് ചെയ്യാം. f of z is equal to 1 by z into minus z square by 2 minus z cube by 3 and so on. Okay, so this is okay. നമുക്ക് ഇതിനെ 1 by z നെ എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് എടുക്കാം. അപ്പം തരും 1 by z into minus z, that is equal to minus 1 minus 1 by z into z square by 2, that is minus z by 2, അടുത്ത minus z square by 3 and so on, minus and so on. Right. So ഇതിനകത്ത് പ്രിൻസിപ്പൽ പാർട്സ് ഉണ്ടോ? there is no term in the principal part. So this is a removable singularity. There is a removable singularity at z equal to 0. So there is no pole at z equal to 0. So there is no pole for this, only removable singularity. So the correct option is option D. Okay, option D is the correct answer. So ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ആണ്. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ സീ യു സൂൺ.